നമസ്കാരം, സ്പീഡ് ന്യൂസിലേക്ക് സ്വാഗതം. ഒരു വിഭാഗം KSRTC ജീവനക്കാർ പണിമുടക്ക് തുടരുന്നു. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് ഇന്ന് അർദ്ധരാത്രി വരെയാണ് പണിമുടക്ക്. തൃശൂർ ഡിപ്പോയിലെ മോർണിംഗ് സ്പെല്ലയിലെ 24 സർവീസുകൾ മുടക്കി. കാഞ്ഞാണിയിൽ സംയുക്ത ഓട്ടോറിക്ഷ തൊഴിലാളി യൂണിയനുകൾ അനിശ്ചിതകാല പണിമുടക്ക് തുടരുന്നു. മണലൂർ ഗുരുവായൂർ റോഡിൽ പാർക്കിംഗ് ബദൽ സംവിധാനം ഒരുക്കണമെന്നാവശ്യപ്പെട്ടാണ് സമരം. ഹൈക്കോടതി വിധിയെ തുടർന്ന് മണലൂർ ഗുരുവായൂർ റോഡിലെ പാർക്കിംഗ് മാറ്റിയിരിക്കുന്നു. മോട്ടോർ വാഹന വകുപ്പിന്റെ ബോധവൽക്കരണവും ഫലം കണ്ടില്ല. ലൈൻ ട്രാഫിക്കിലെ അജ്ഞത മൂലമുള്ള അപകടങ്ങൾ തുടരുന്നു. മാള അഷ്ടമിച്ചിറ ചുണ്ടേക്കാട്ടുപാടം പുല്ലൻകുളങ്ങര പാടശേഖരത്തിലെ 70 ഏക്കറോളം കൃഷിയിടത്തിലേക്ക് വെള്ളമെത്തുന്നില്ല. കൃഷിനാശം ഭയന്ന് കർഷകർ. നീലക്കോഴിക്കുഞ്ഞുങ്ങളുടെ ആക്രമണത്തിൽ ദുരിതത്തിലായ ചാലക്കുടി കൊട്ടാറ്റ് പാടശേഖരത്തിലെ കർഷകർ. കതിരറ്റ് തുടങ്ങിയ നെൽച്ചെടികൾ വ്യാപകമായി നീലക്കോഴികൾ നശിപ്പിക്കുന്നു. കുതിച്ചുയർന്ന സ്വർണ്ണവില. സംസ്ഥാനത്ത് സ്വർണ്ണവില വീണ്ടും വർദ്ധിച്ചു. ഗ്രാമിന് 105 രൂപ വർദ്ധിച്ച് 7810 രൂപയായി. പവന് 840 രൂപ കൂടി 62,480 രൂപയുമായി. വടക്കാഞ്ചേരിയിൽ അന്ധനായ ലോട്ടറി കച്ചവടക്കാരനെ പറ്റിച്ച് 60 ലോട്ടറി ടിക്കറ്റുകൾ തട്ടിയെടുത്തു. ഏക്കങ്കാട് റെയിൽവേ ഗേറ്റിന് സമീപം മങ്കര സ്വദേശി കിണറാമാക്കൽ കുഞ്ഞുമോന്റെ ലോട്ടറി ടിക്കറ്റുകളാണ് തട്ടിയെടുത്തത്. സംസ്ഥാനത്ത് കിഫ്ബി ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിച്ച റോഡുകൾക്ക് ടോൾ പിരിക്കാൻ നീക്കം. ടോൾ ബൂത്തുകൾ ഒഴിവാക്കി AI ക്യാമറ വഴി ഫാസ്ടാഗിൽ നിന്നും പണം ഈടാക്കാനാണ് ആലോചന. തദ്ദേശവാസികളെ ടോളിൽ നിന്ന് ഒഴിവാക്കിയേക്കും. പെരിങ്ങോട്ടുകുര കാനടി ദേവസ്ഥാനത്ത് ട്രസ്റ്റി അംഗങ്ങൾ ചേരിതിരിഞ്ഞ് ഏറ്റുമുട്ടി. 11 പേർക്ക് പരിക്കേറ്റു. സ്വത്ത് സംബന്ധിച്ചും ഭരണത്തിലെ ഇടപെടലിനെ ചൊല്ലിയും ഉണ്ടായ തർക്കങ്ങളാണ് സംഘട്ടനത്തിൽ കലാശിച്ചത്. കുറുക്കഞ്ചേരി മുതൽ കുറുപ്പം റോഡ് വരെ റോഡ് കോൺക്രീറ്റ് നിർമ്മാണ പ്രവൃത്തികൾ നടക്കുന്നതിന്റെ ഭാഗമായി തൃശൂരിൽ ഗതാഗത നിയന്ത്രണം. നിലവിൽ വൺ വേ ആയ വെളിവിന്നൂർ തിരുവാഞ്ചിമൂല റോഡ് ഒരു വരി ഗതാഗതമാക്കി. ദേശീയപാത മരത്താക്കരയിൽ കണ്ടെയ്നർ ലോറി നിയന്ത്രണം വിട്ടുമറിഞ്ഞ് ഡ്രൈവർക്ക് പരിക്ക്. എറണാകുളത്ത് നിന്ന് വളവുമായി പാലക്കാട്ടേക്ക് പോകുകയായിരുന്ന ലോറിയാണ് മറിഞ്ഞത്. മതിലകം പുതിയ കാവിൽ കാർ മരത്തിലിടിച്ച് 4 പേർക്ക് പരിക്കേറ്റു. പെരുമ്പാവൂർ സ്വദേശികളായ അരുൺകുമാർ, ഷീല, പത്മിനി, ആതിര എന്നിവർക്കാണ് പരിക്കേറ്റത്. അനാരോഗ്യം മൂലം ചെത്തുതൊഴിലാളിയിൽ നിന്ന് വിരമിച്ച തൊഴിലാളികൾ പെൻഷൻ നൽകാൻ ഹൈക്കോടതി നിർദ്ദേശം. കുന്നംകുളം റേഞ്ചിലെ ചെത്തുതൊഴിലാളികൾ KM സുരേഷ് കുമാർ നൽകിയ ഹർജിയിലാണ് ഹൈക്കോടതിയുടെ ഉത്തരവ്. മുൻ ജില്ലാ പഞ്ചായത്ത് അംഗം P. ഭാഗ്യലക്ഷ്മി അമ്മ അന്തരിച്ചു. 88 വയസ്സായിരുന്നു. ജില്ലാ കൌൺസിൽ അംഗമായും പ്രവർത്തിച്ചിട്ടുണ്ട്. മഹിളാ അസോസിയേഷൻ മുൻ ജില്ലാ നേതാവാണ്. മഹിളാ കോൺഗ്രസ് നേതാവും വടക്കാഞ്ചേരി നഗരസഭ അകമല കൌൺസിലറുമായ ബുഷ്ര രതീഷ് രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് നഗരത്തിൽ പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടു. തനിക്കെതിരെയുള്ള പോസ്റ്ററുകൾക്കെതിരെ ബുഷ്ര രതീഷ് വടക്കാഞ്ചേരി പോലീസ് പരാതി നൽകി. കേന്ദ്ര ബജറ്റിൽ കേരളത്തെ അവഗണിച്ചതിനെ തുടർന്ന് CPM വെള്ളിക്കുളങ്ങര ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കോടാലിയിൽ പ്രതിഷേധ പ്രകടനം നടത്തി. കൊടകര ഏരിയ സെക്രട്ടറി PK ശിവരാമൻ ഉദ്ഘാടനം ചെയ്തു. എരുമപ്പെട്ടി പഞ്ചായത്ത് കറവപ്പശു കാലിത്തീറ്റ പദ്ധതിയുടെ ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് അംഗം ജലീൽ ആദൂർ നിർവഹിച്ചു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബിന്ദു ഗിരീഷ് അധ്യക്ഷയായി. ഒരുമനയൂർ പഞ്ചായത്തിൽ UDF അംഗങ്ങൾ വികസന സെമിനാർ കരട് പദ്ധതി രേഖ കത്തിച്ച് നിഷേധിച്ചു. KJ ചാക്കോ, നസീർ മൂപ്പിൽ, നഷ്റ മുഹമ്മദ്, ആരിഫ് ജുഫൈർ എന്നിവർ സമരത്തിന് നേതൃത്വം നൽകി. പെരിഞ്ഞനം ശ്രീ ഷൺമുഖ ധർമ്മ പരിപാലന സമാജം സുബ്രഹ്മണ്യ ക്ഷേത്രത്തിലെ തൈപ്പൂയ മഹോത്സവം ഈ മാസം 7 മുതൽ 14 വരെ നടക്കും. ഫെബ്രുവരി 14-നാണ് ആറാട്ട്. വെള്ളറക്കാട് ശ്രീ ചിങ്ങംകാവ്യ ഭഗവതി ക്ഷേത്രത്തിൽ പൂരം ആഘോഷിച്ചു. വിവിധ ദേശങ്ങളിൽ നിന്നുള്ള പൂരം എഴുന്നള്ളിപ്പുകൾ ക്ഷേത്ര മൈതാനിയിൽ എത്തിച്ചേർന്നു.
എടത്തുരുത്തി പഞ്ചായത്തിൽ നിർമ്മിച്ച ചാമക്കാല ബീച്ച് പാലത്തിന്റെയും കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ സ്ഥാപിച്ച ഇൻവെർട്ടറിന്റെയും എയർ കണ്ടീഷണറിന്റെയും പ്രവർത്തന ഉദ്ഘാടനം നടത്തി. ED ഡൈസൺ MLA ഉദ്ഘാടനം ചെയ്തു. MTയുടെയും P ജയചന്ദ്രന്റെയും അനുസ്മരണാർത്ഥം ചെന്ത്രാപ്പിന്നിയിൽ രാഗനിർമ്മാല്യ സ്മരണാഞ്ജലി സംഘടിപ്പിച്ചു. ചെന്ത്രാപ്പിന്നി, കണ്ണമ്പുള്ളിപ്പുറം ശ്രീനാരായണ വായനശാല, പുരോഗമന കലാസാഹിത്യ സംഘം, ഗ്രാമഫോൺ ചെന്ത്രാപ്പിന്നി എന്നിവർ സംയുക്തമായാണ് സ്മരണാഞ്ജലി സംഘടിപ്പിച്ചത്. സ്ത്രീകളിലെ ക്യാൻസർ നേരത്തെ കണ്ടെത്തി ചികിത്സിക്കുന്നതിനുള്ള സംസ്ഥാന സർക്കാരിന്റെ ക്യാൻസർ പരിശോധന ജനകീയ ക്യാമ്പയിന്റെ ജില്ലാതല ഉദ്ഘാടനം നടത്തറയിൽ നടന്നു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ് ഉദ്ഘാടനം ചെയ്തു. പെരുമ്പിലാവ് അക്കിക്കാവ് പൂരം മഹോത്സവത്തിന്റെ ഭാഗമായി കൊങ്ങണൂർ ദേശം പൂരാഘോഷ കമ്മിറ്റി 5 ദിവസത്തെ പൂരാഘോഷം സംഘടിപ്പിച്ചു. ഫെബ്രുവരി 8-നാണ് പൂരം. തൃശൂർ കോർപ്പറേഷൻ പട്ടികജാതി ക്ഷേമ പദ്ധതിയുടെ ഭാഗമായി ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥികൾക്കായി ദ്വിദിന ശില്പശാല സംഘടിപ്പിച്ചു. മേയർ MK വർഗീസ് ഉദ്ഘാടനം ചെയ്തു. ഡോക്ടർ ഉണ്ണികൃഷ്ണൻ ആശയവും സംവിധാനവും നിർവഹിച്ച് വിലയ്ക്ക് വാങ്ങുന്ന അർബുദം എന്ന ഡോക്യുമെന്ററി യൂട്യൂബിൽ റിലീസ് ചെയ്തു. ക്യാൻസർ ചികിത്സാ രംഗത്തെ പ്രഗത്ഭർ, ക്യാൻസർ രോഗവിമുക്തി വന്ന വ്യക്തികൾ എന്നിവരെ ഉൾപ്പെടുത്തിയാണ് ഡോക്യുമെന്ററി തയ്യാറാക്കിയിട്ടുള്ളത്. നെഹ്റു സ്കൂൾ ഓഫ് മാനേജ്മെന്റ് ബിരുദാനന്തര വിദ്യാർത്ഥികൾക്കായി സംഘടിപ്പിക്കുന്ന ദേശീയ മാനേജ്മെന്റ് ഫെസ്റ്റ് പാമ്പാടി ക്യാമ്പസിൽ നടക്കും. വ്യാഴം, വെള്ളി, ശനി ദിവസങ്ങളിലായി നടക്കുന്ന ഫെസ്റ്റിൽ രാജ്യത്തെ 50-ൽ പരം കോളേജുകളിൽ നിന്നുള്ള വിദ്യാർത്ഥികൾ പങ്കെടുക്കും. UDF മണലൂർ നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മുല്ലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി. മുല്ലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്തിലെ ഭരണ തകർച്ചയ്ക്കെതിരെ നടത്തിയ മാർച്ച് KPCC സെക്രട്ടറി CC ശ്രീകുമാർ ഉദ്ഘാടനം ചെയ്തു. കൊടുങ്ങല്ലൂരിലെ അഴീക്കോട് ഉണക്കമത്സ്യ സംരക്ഷണ കേന്ദ്രത്തിൽ മോഷണം. അഴീക്കോട് മുനക്കൽ വഞ്ചിക്കടവ് PMA ഡ്രൈ ഫിഷ് കമ്പനിയിലാണ് മോഷണം നടന്നത്. കേരള കാത്തലിക് ടീച്ചേഴ്സ് ഗിൽഡ് സംഘടനയുടെ സംസ്ഥാന സമ്മേളനം വെള്ളി, ശനി ദിവസങ്ങളിലായി തൃശൂർ DBC LC ഹാളിൽ നടക്കും. വെള്ളിയാഴ്ച നടക്കുന്ന പ്രതിനിധി സമ്മേളനം KCBC വിദ്യാഭ്യാസ കമ്മീഷൻ ചെയർമാൻ ജോഷുവ മാർ ഇഗ്നാത്തിയോസ് ഉദ്ഘാടനം ചെയ്യും. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് ഭിന്നശേഷി വിദ്യാർത്ഥികളുടെ രക്ഷിതാക്കളുടെ സംഘടനയായ പരിവാർ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കെതിരെയുള്ള പ്രതിപക്ഷ സമരത്തിലേക്ക്. വ്യാഴാഴ്ച എല്ലാ ജില്ലാ കേന്ദ്രങ്ങളിലേക്കും ശ്രദ്ധ ക്ഷണിക്കൽ ധർണ സംഘടിപ്പിക്കും. ചിറ്റാറ്റുകര പൈങ്കണ്ണിക്കൽ ക്ഷേത്രോത്സവത്തിനെത്തിച്ച ആനയിടഞ്ഞ് 2 പേരെ കുത്തി. ഒരാൾ മരിച്ചു. ആലപ്പുഴ സ്വദേശി ആനന്ദാണ് മരിച്ചത്. മൃതദേഹം ചാവക്കാട് താലൂക്ക് ആശുപത്രിയിൽ. ഇടഞ്ഞോടിയ ആനയെ കണ്ടാണശ്ശേരി ഭാഗത്ത് തളച്ചു. തൃശൂർ ഗുരുവായൂർ റൂട്ടിൽ വാഹന ഗതാഗതം തടസ്സപ്പെട്ടു. മിലിറ്ററി നഴ്സിംഗ് അഡീഷണൽ ഡയറക്ടർ ജനറലായി PD ഷീന ചുമതലയേറ്റു. വടമ സ്വദേശിയായ ഷീന ഡൽഹി ആർമി റിസർച്ച് ആൻഡ് റെഫറൽ ആശുപത്രിയിലെ പ്രിൻസിപ്പൽ മെട്രനായിരുന്നു. തണ്ണീർത്തടത്തിൽ ഉൾപ്പെടുന്ന അരിമ്പൂർ കൊടയാട്ടി പാടശേഖരത്തിലെ അനധികൃത നികത്തിൽ കർഷക നേതാക്കൾ ഇടപെട്ട് തടഞ്ഞു. വർഷങ്ങൾക്ക് മുമ്പ് ഭാഗികമായി നികത്തിയ തണ്ണീർത്തടം ഘട്ടം ഘട്ടമായി വീണ്ടും നികത്താനുള്ള ശ്രമമാണ് കാർഷിക സംഘത്തിന്റെ നേതൃത്വത്തിൽ തടഞ്ഞത്. അളഗപ്പ നഗർ പഞ്ചായത്തിലെ പാടശേഖരത്തിൽ കൃഷി നശിപ്പിക്കാനെത്തിയ 2 കാട്ടുപന്നികളെ വെടിവെച്ചു കൊന്നു. പൂക്കോട്, കാവലൂർ, കിനൂർ, പാലക്കുന്ന്, തോട്ടുരുത്തി പ്രദേശത്തെ പാടശേഖരത്തിൽ ഇറങ്ങിയ കാട്ടുപന്നികളെയാണ് വെടിവെച്ചു കൊന്നത്. പാവറട്ടി സെന്റ് ജോസഫ് തീർത്ഥ കേന്ദ്രത്തിലെ ഇടവ ദിനം ആഘോഷിച്ചു. നവവൈദികൻ ഫാദർ ബ്രിൽവിൻ ഒലക്കേക്കൽ ഇടവക ദിനാഘോഷം ഉദ്ഘാടനം ചെയ്തു. ഇന്ത്യൻ റോഡ് കോൺഗ്രസ് നിർദ്ദേശിക്കുന്നതും കരാർ പ്രകാരമുള്ളതുമായ സുരക്ഷയൊരുക്കാതെ പാലിയേക്കര ടോൾ കരാർ കമ്പനി 13 വർഷം കൊണ്ട് പിരിച്ചെടുത്തത് 1521 കോടി രൂപ. ടോൾ പിരിവ് ആരംഭിച്ച് ഫെബ്രുവരി 9-ന് 13 വർഷം പൂർത്തീകരിക്കാനിരിക്കെ സുരക്ഷാ ക്രമീകരണങ്ങൾ പൂർത്തിയാകാതെയാണ് കമ്പനി ഇപ്പോഴും ടോൾ പിരിക്കുന്നതെന്ന് ജില്ലാ പഞ്ചായത്ത് പ്രതിപക്ഷ നേതാവ് ജോസഫ് ടാജറ്റ്. പാവറട്ടി സാന്റ് ജോസ് പബ്ലിക് സ്കൂളിന്റെ നേതൃത്വത്തിൽ ക്യാൻസർ അവബോധ ക്യാമ്പയിൻ നടത്തി. പ്രധാന അധ്യാപിക സിസ്റ്റർ ദീപ്തി ജോൺ ക്യാമ്പയിൻ ഉദ്ഘാടനം ചെയ്തു. ആനപ്പിണ്ടവും കാട്ടുമൃഗങ്ങൾ നശിപ്പിച്ച കാർഷിക വിളകളും പഞ്ചായത്ത് ഓഫീസിന് മുൻപിൽ നിക്ഷേപിച്ച്
പാണഞ്ചേരിയിൽ കർഷക കോൺഗ്രസിന്റെ പ്രതിഷേധം. വന്യമൃഗങ്ങളിൽ നിന്നും കർഷകരെ രക്ഷിക്കണമെന്നാവശ്യപ്പെട്ടായിരുന്നു പ്രതിഷേധം. വടക്കാഞ്ചേരി തെക്കേക്കരയിൽ അനധികൃത കരിമരുന്ന് ശേഖരം പോലീസ് പിടികൂടി. കുണ്ടന്നൂർ സുരേഷിന്റെ ഉടമസ്ഥതയിലുള്ള തെക്കേക്കരയിലുള്ള ഷെഡിലാണ് കരിമരുന്ന് സൂക്ഷിച്ചിരുന്നത്. തൃശൂർ പൂങ്കുന്നം പടിഞ്ഞാറേക്കോട്ട റോഡിൽ പൈപ്പ് പൊട്ടി കുടിവെള്ളം കാനയിലൂടെ ഒഴുകുന്നു. ഡിവിഷൻ കൌൺസിലറുടെയും കോർപ്പറേഷന്റെയും പരാതി പറഞ്ഞിട്ടും നടപടിയുണ്ടായില്ലെന്ന് നാട്ടുകാർ. കിടപ്പുമുറിയിലേക്ക് ഒളിഞ്ഞു നോക്കിയ പ്രതിക്ക് 3.5 വർഷം തടവും 16,000 രൂപ പിഴയും. മണന്തല പുത്തൻ കടപ്പുറം സ്വദേശി അനിലിനെയാണ് തൃശൂർ ACSD സ്പെഷ്യൽ കോടതി ശിക്ഷിച്ചത്. ഇതോടെ സ്പീഡ് ന്യൂസ് സമാപിക്കുന്നു. നമസ്കാരം.